വെക്കേഷൻ പോലെ ഇങ്ങനെ തമിഴികൾ പറ്റുക പറയുന്നത് സർവ്വസാധാരണമായിരുന്നു. ഓണം വിഷു ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കും. പഠിക്കാൻ പറ്റുന്ന പിള്ളേർക്ക് ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പാലാ ബ്രില്യന്റ്. കുറ്റി, തുമ്പ, കോളാമ്പി. ഹേയ് ഗൈസ്, ഇന്ന് ഉത്രാട ദിനം രാത്രി 10:50 നമ്മള് മല്ലികപ്പൂ പിച്ചിക്കൊണ്ടിരിക്കുകയാണ് നാളെ പൂടാൻ വേണ്ടിയിട്ട്. നാളെ രാവിലെ ഞങ്ങൾക്ക് കാല് ഡ്രസ് ചെയ്യാൻ പോണം അല്ലേ? അപ്പൊ രാവിലെ സമയം ഉണ്ടാവില്ല പൂക്കളത്തിന് വേണ്ടിയിട്ട്. അച്ഛനും അമ്മയും ഇവിടെ ഇരുന്നിട്ട് പച്ചടിയും കിച്ചടിയും സാമ്പാറും അവിയലും ഒക്കെ വെക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പരിപാടികളൊന്നും അറിയാത്തോണ്ട് ഞങ്ങൾ ഇങ്ങനെ നൈസായിട്ട് പൂവ് ചെത്തി ഇരിക്കുന്നുണ്ട്. ഇല്ല, രാത്രി 10:50. അപ്പോഴാണോ സാമ്പാർ ഉണ്ടാക്കുന്നത് രാവിലത്തേക്ക്? അല്ല, അത് സാമ്പാറില്ല, സാമ്പാറിന്റെ കഷ്ണങ്ങൾ അരിയുന്നു. ഇവിടെ കല്യാണത്തിനൊക്കെ പാചകക്കാരൊന്നും ഉറങ്ങിയിട്ടില്ല. അവര് തേങ്ങ എടുക്കുന്നു, ചിരകുന്നു, 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ, 4-ാം പാൽ. പാൽപ്പായസം എന്ത് പായസം? ഏത് പായസമായിരുന്നു? പാലടയാ? എന്റെ ജീവിതത്തിലെ 28-ാം ഓണമാണ്. എന്റെ ജീവിതത്തില് ആദ്യമായിട്ടാണ് ഞാൻ തലേ ദിവസം ഇരുന്നിട്ട് പൂ പിച്ചുന്നത്. സാധാരണ ഓണം ദിവസങ്ങളിൽ ഒന്നില്ലെങ്കിൽ ഞാൻ വീട്ടിലുണ്ടാവൂല. വലുതായതിനു ശേഷം ഒന്നില്ലെങ്കിൽ ഞാൻ വീട്ടിലുണ്ടാവൂല, ഹോസ്റ്റലിലൊക്കെ ഉണ്ടാവാം. അപ്പം അവിടെ എല്ലാവർക്കും കോമൺ ആയിട്ടൊരു ഓണപ്പൂക്കൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ കോളേജിൽ റെപ്രസെന്റ് ചെയ്ത് കോമൺ ആയിട്ടൊരു ഓണപ്പൂക്കൾ ഉണ്ടാക്കും. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് +2 അന്നേരം ഞങ്ങൾക്ക് കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ, കൊമേഴ്സുകാർ സയൻസുകാരൊക്കെ തമ്മിൽ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പൂക്കളിടും. ആ സമയത്ത് നമ്മൾ ഈ പിക്ചർ ചെയ്യാറുണ്ട്. അത്യാവശ്യം ഈ കലാപരമായിട്ടുള്ള കഴിവില്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് വരയ്ക്കാനും ഡിസൈൻ സെലക്ട് ചെയ്യാനൊന്നും അറിയില്ല അതിന്. അതുകൊണ്ട് അതിന് നിൽക്കാറില്ല. അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ വെട്ടിക്കൊടുക്കാൻ പറയുമ്പോൾ പറയുന്ന പോലെ തന്നെ വെട്ടിക്കൊടുക്കും. 10th പൂക്കളം അത് നല്ല പൂക്കളായിരുന്നു കേട്ടോ. ഞങ്ങളെ ട്യൂഷൻ ക്ലാസ്സിലെ പൂക്കളം വലിയ പൂക്കളം, ഒരു ഹോള് നിറയുള്ള പൂക്കളം, വലിയ പൂക്കളം. കുറച്ച് ഒരു 7 മണിയാകുമ്പോൾ അവിടെ എത്തും. 10-11 മണിയാകുമ്പോഴത്തേക്ക് പൂക്കളിട്ട് കഴിയും. ഇതൊക്കെയാണ് എൻ്റെ പൂക്കൾ ഓർമ്മ. അത്ര പോലും ഞാൻ വീട്ടിലിട്ടിട്ടില്ല. വീട്ടിൽ ഞാൻ മീൻസ് ഉണ്ടായ സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അന്ന് ഇങ്ങനെ പൂവ് വാങ്ങിയിട്ട് ഇടുക അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പൂവ് ഇങ്ങനെ മലയിലും കുന്നിലും വയലില് പറമ്പില് മെയിനായിട്ട് മലകളിൽ ഇങ്ങനെ കയറി നടന്ന് തെണ്ടി നടന്ന് അരിപ്പൂ, മല്ലിപ്പൂ, മല്ലിക ഉണ്ടാവും കേട്ടോ വീട്ടില്. മല്ലികപ്പൂ വീട്ടിലുണ്ടാവും. അരിപ്പൂ, നീലയമരി, വേലിപ്പൂ, മുക്കുറ്റി, തുമ്പ, കോളാമ്പി. കോളാമ്പി എന്ന് പറയുന്ന പൂണ്ട്. കോളാമ്പി പൂ, ഇങ്ങനത്തെ മഞ്ഞ കോളാമ്പി, നീല കോളാമ്പി, പിന്നെ ചെമ്പരത്തി പൂ വെച്ചിട്ട് കൊട വെക്കും. ഇങ്ങനത്തെയൊക്കെ പൂക്കളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പൈസ കൊടുത്ത് പൂ വാങ്ങിയിടുന്നത് വളരെ വിരളമാണ്. പ്രത്യേകിച്ച് തിരുവോണ നാളുകളിലൊക്കെ ചിലപ്പോൾ വാങ്ങിയെന്നൊക്കെ വരും. പൂവിനൊക്കെ ഭയങ്കര പൈസയാവും. അരളിപ്പൂവൊക്കെ വാങ്ങിക്കായിരുന്നു ഞങ്ങള്. ഇപ്പൊ അരളിയില്ലല്ലോ നമുക്ക്. കുറച്ച് പോയിസണസ് ആയിട്ടുള്ള ഫീച്ചറുള്ള ഒരു പൂവാ അരളിപ്പൂ. നല്ല പക്ഷെ നമ്മള് മുല്ലിക്കൊക്കെ വെക്കൂലേ പകരം അരളിപ്പൂ വെക്കും. അരളിപ്പൂ നല്ല രസമാണ്. അമ്പലത്തിൽ പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അരളിപ്പൂ. നമ്മൾ ഒറ്റ ഫോട്ടോഷൂട്ട് എടുത്തില്ലേട്ടാ. ഇപ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാലൊടിഞ്ഞ് കിടപ്പിലാണ് ഗൈസ്. ഇതൊക്കെയാണ് ഓണം. പിന്നെ എന്തൊക്കെ ഡിഫറൻസസ് ആണുള്ളത്? പഴയ ഓണവും പുതിയ ഓണവും. ഞങ്ങൾ ജനിച്ചതിന് ശേഷം എന്റെ വീട്ടിൽ ഞങ്ങൾ ഇതുവരെ ഓണസദ്യ ഉണ്ടാക്കിയിട്ടില്ല. ഓണത്തിന് ബിരിയാണി മോനെ. ഓണം വിഷു ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കും. ഇത് ട്രിവാൻഡ്രത്തേക്കൊന്നും ഇത് അത്ര എന്താ പറയാ എന്തല്ല ഈ ഓണം സമയത്തൊന്നും ബിരിയാണി ഉണ്ടാക്കില്ല, അല്ലെ വിഷുവിന് ബിരിയാണി ഉണ്ടാക്കുന്നൊക്കെ പറയുന്നത് അവർ ആദ്യമായിട്ട് കേൾക്കുക. ഞാൻ ട്രിവാൻഡ്രത്താണ് പഠിച്ചേ, ഡിഗ്രി ചെയ്തേ. അപ്പം അവിടെ ഞങ്ങൾക്ക് കോവിഡിന്റെ സമയത്ത് ഓൺലൈൻ ബാച്ച് ഉണ്ടായിരുന്നു. അപ്പം വാട്സാപ്പിലാണ് നമ്മൾ അറ്റൻഡൻസ് ഒക്കെ ഇടുക. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പില് വിഷുവിന്റെ അന്ന് ഞങ്ങൾക്ക് ക്ലാസ് വെച്ചു ഗൈസ്. ഓൺലൈൻ ക്ലാസ് ആണല്ലോ. അപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ 8:30 ക്ലാസ് കയറുക, 10:30 വരെ ഒരു സെഷൻ,
എന്നിട്ട് 11 പിന്നെയും കയറുക, 12:30 വരെ അടുത്ത സെഷൻ, അങ്ങനെ അങ്ങനെ വാട്സാപ്പ് ത്രൂ അല്ലെങ്കിൽ Gmeet, ഇത് രണ്ടുമാണ് ക്ലാസ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുക. ഞാൻ അറ്റൻഡൻസ് ഒക്കെ കൊടുത്ത് ഗൂഗിൾ ഷീറ്റ് ഫിൽ ചെയ്ത് അറ്റൻഡൻസ് കൊടുത്തിട്ട്, അതായത് വാട്സാപ്പിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഴ്സണൽ മെസ്സേജ് അയക്കാൻ പറ്റുമല്ലോ. വാട്സാപ്പിൽ ക്ലാസ്സിന്റെ ഗ്രൂപ്പ് അവിടെ ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം. അപ്പൊ ഞാനൊരു കുട്ടിക്ക് മെസ്സേജ് അയച്ച്, നീ അറിയോ അത്? ഞാനൊരു കുട്ടിക്ക് മെസ്സേജ് അയച്ച്, വിഷുവൊക്കെ അല്ലേ ഇതാരും നോക്കുന്നത്, നമ്മള് ക്ലാസ്സിലൊന്നും കയറണ്ടടോ, ഇത് വിഷുവിന്റെ സമയത്ത് ക്ലാസ് ഇവരോട് ആര് പറഞ്ഞു വെക്കാൻ, വിഷുവിനൊക്കെ ഉണ്ട് ക്ലാസ് വെക്കല്, മനുഷ്യൻ വരേക്ക് ബിരിയാണി നല്ല സമയമാണ് എന്നൊക്കെ പറഞ്ഞൊരു ഓഡിയോ ഞാൻ അയച്ചു പോയത് ക്ലാസ് ഗ്രൂപ്പിലാണ്. ഞാനത് ഫ്രണ്ടിന് അയച്ചതായിരുന്നു. പക്ഷേ അത് കുറെ, അതായത് അറ്റൻഡൻസ് ഇടുന്ന സമയത്ത് നമ്മൾ 10-60 പിള്ളേര് അറ്റൻഡൻസ് ഇടുമല്ലോ, ഒരുമിച്ചിടും അറ്റൻഡൻസ്, റോൾ നമ്പർ 1 2 3 4 അതിന്റെ അറ്റൻഡൻസ് ഒക്കെ ഇട്ടിട്ട് വരും. അങ്ങനെ ഇരിക്കുമ്പോ ഫോൺ ഹാങ് ആയിപ്പോയി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആൾക്കല്ല ഈ ഓഡിയോ പോയിട്ടുണ്ടായിരുന്നത്, ഈ അറ്റൻഡൻസ് ഗ്രൂപ്പിൽ ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓഡിയോ കേൾക്കുന്ന സാർ എന്തായിരുന്നു, എടോ ഓണമൊക്കെ ചെയ്യാൻ വേറെ പണിയൊന്നുമില്ല എന്നുള്ള പോലെ. അല്ല, വിഷുവിന്റെ ക്ലാസ്, ഞാൻ ബിരിയാണി നല്ല സമയമാ, ക്ലാസ് എടുക്കുന്നത് ആര് നോക്കാനാ, നീ പോയി കഴിക്കടി ഇതൊക്കെ. ഞാൻ ഉപദേശിക്കാം മറ്റേയാളെയും കൂടി ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യാം, ബിരിയാണി കഴിക്കാൻ, മീൻസ് ഫുഡ് കഴിക്കി പോയിട്ട്. അങ്ങനെ അതൊരു വലിയ വിഷയമായി. ലൈക്ക് ഞാൻ ഉദ്ദേശിച്ചത് വിഷുവിനത് ശരിക്കും ക്ലാസ് വയ്ക്കാന്ന് പറയുമ്പം നമുക്ക് വിഷമല്ല, അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവസാന സാറിന് ഞങ്ങള് ഭയങ്കര സ്നേഹമാട്ടോ പുള്ളിക്ക്, ഇപ്പോഴും വിളിക്കും, മെസ്സേജ് അയക്കും, അങ്ങനെയൊക്കെ. അത് പറയില്ല. എന്നിട്ട് പുള്ളിക്ക് ഞാൻ അവസാനം കോവിഡ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു അലുവ വാങ്ങിത്തരാം, കോഴിക്കോടൻ അലുവ കൊണ്ടുതരാം എന്ന് പറഞ്ഞാൽ സോൾവ് ആക്കി. അതാണ് എന്റെ ഒരു ഓൺലൈൻ ബാച്ച്. വേറെ ഉണ്ട്, എനിക്ക് ഇഷ്ടംപോലെ ഇങ്ങനത്തെ തമിഴുകൾ പറ്റുക പറയുന്നത് എന്റെ സർവ്വസാധാരണമായിരുന്നു. നമുക്ക് സ്വസ്ഥ വൃത്ത എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്, കമ്മ്യൂണിറ്റി മെഡിസിനാണ്. അപ്പൊ അതിനകത്ത് എന്തോ ഒരു സാധനം പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, അതായത് തലേ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് നോട്ടും സാധനങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ലോക്ക്ഡൌൺ ആയി, പെട്ടെന്ന് വീട്ടിലായി, ഇതിന്റെ ബുക്കും സാമഗ്രികളൊന്നുമില്ല. ഇവർ ഈ പറഞ്ഞ സമയം നമുക്ക് അറിയുള്ളൂ. അപ്പൊ ഞാനാണെങ്കിൽ ബ്രേക്ക് സമയത്തൊക്കെ പോയി കുളിക്കാൻ പോവും, ഫുഡ് കഴിക്കാൻ പോവും, അങ്ങനെ ചെയ്യും. എന്നിട്ട് അറ്റൻഡൻസ് വിളിച്ചപ്പോ ഞങ്ങൾക്ക് വേറെ ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് അയച്ചു, റോൾ നമ്പർ 9 പ്രസന്റ് കൊടുത്തിട്ട് ഞാൻ അപ്പുറത്തെ ഗ്രൂപ്പിൽ പോയിട്ട് മെസ്സേജ് അയച്ചു, ഞാൻ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ. എന്നിട്ട് തിരിച്ച് അപ്പത്തേക്കും അറ്റൻഡൻസ് ബാക്കിയെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് തോർത്ത് വെച്ചിട്ട് വരാം എന്നുള്ളത് ഞാൻ മെയിൻ ഗ്രൂപ്പിൽ അയച്ചു. അപ്പൊ മിസ് അനുപ്രിയ എക്സ്പ്ലെയിൻ ഡബിൾ പോട്ട് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം, അങ്ങനെ എന്തോ ഒരു സംഭവം അപ്പൊ തന്നെ പിടിച്ചു. അതാണ് എന്റെ ഓൺലൈൻ ക്ലാസ് റിലേറ്റഡ് രണ്ടാമത്തെ ഇൻസിഡന്റ്. ഞാൻ ഈ ക്ലാസ് എന്ന് പറഞ്ഞു വെച്ചാൽ പല സ്ഥലത്ത് തെണ്ടാൻ പോകും, ലൈക്ക് സാധനം വാങ്ങിക്കാൻ പോവും. ഇത് ഇങ്ങനെ ഒരു വട്ടം എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, മോനെ ഞാൻ ജ്വല്ലറിയിൽ നിൽക്കുക പാദസരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഞങ്ങളിങ്ങനെ ഓൺലൈൻ ഉള്ള സമയത്ത് വീട്ടിൽ ട്യൂഷൻ എടുക്കും. ഈ ട്യൂഷൻ ക്ലാസ്സിൽ 15 പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ 15 പിള്ളേരെടുത്തായിട്ട് എനിക്ക് ഫീസ് കിട്ടി. അപ്പൊ സ്വരുക്കൂട്ടി ഒരു പൈസയായത്, 1 മാസം 2 മാസം ആകുമ്പോ പൈസ ഇല്ലേ. അന്നിട്ട് ഞാൻ പാദസരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറി പോയതാ. അപ്പൊ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എനിക്ക് പറയാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ആൻസർ അല്ല, നമ്മുടെ ഓഡിയോ വോയിസ് ഇല്ലേ, വോയിസ് നോട്ടായിട്ട് അയക്കണം. വോയിസ് നോട്ടായിട്ട് അയക്കാൻ സാധാരണ പിള്ളേർ ചെയ്യാന്ന് വെച്ചാൽ നോട്ടിൽ നോക്കിയിട്ട് വായിക്കുക എന്നുള്ളൊരു സംഭവം. എന്റെ അടുത്ത് നോട്ടില്ല. എന്നിട്ട് എന്താ, ഞാൻ 2-3 വട്ടം ഓഡിയോന്റെ സാധനം ഓൺ ആക്കിയിടും, എന്നിട്ട് ക്ലോസ് ചെയ്യും, പിന്നെ ഓൺ ആക്കിയിടും, എന്നിട്ട് ക്ലോസ് ചെയ്യും. എന്നിട്ട് പറയും സ്റ്റോറേജ് ഫുൾ, ഓഡിയോ ബട്ടൺ നോട്ട് വർക്കിംഗ്. അപ്പം ദെൻ ടൈപ്പ് ഇറ്റ് എന്ന് പറയും. ടൈപ്പ് ചെയ്യാൻ അറിയണ്ടേ? അപ്പത്തേക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് മിസ് അടുത്ത ആളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ അപ്പൊ ടൈപ്പ് ഇറ്റ് എന്ന് പറയുമ്പോൾ എന്താക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആളോട് ഇതിന്റെ ആൻസർ ടൈപ്പ് ചെയ്തിടാൻ പറയും. എന്നിട്ട് നമ്മൾ അത് കോപ്പി ചെയ്യും, ഇപ്പുറത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുവച്ച് പേസ്റ്റ് ചെയ്യും. അതൊരു മെത്തേഡ്. പിന്നെ ചിലരോടൊക്കെ അറിയാതെയൊക്കെ സ്റ്റിക്കറൊക്കെ ഇട്ടും ഗ്രൂപ്പില്, ഞാൻ പോണ് പുല്ല് എന്നൊക്കെ. മീൻസ് സ്റ്റിക്കർ എങ്ങനെയാ സെൻഡ് വെച്ചാൽ ജസ്റ്റ് തൊടുമ്പോഴത്തേക്ക് അങ്ങ് അയച്ചു പോലേ. പിന്നെ മിസ്സുമാർക്ക് അങ്ങ് ഇളകും, കാരണം അവര് ശരിക്കും അവരെ മോക്കിന്ന്. പക്ഷെ സംഭവം നമുക്ക് അറിയാം, ഇത് അറിയാണ്ട തട്ടിപ്പോകുന്നതാണ്. ഒരു വട്ടം ഞങ്ങളെ വലിയ ടീച്ചേഴ്സിനെയൊക്കെ വെച്ചിട്ട് പിള്ളേര് സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് മുകളിലുള്ള ആളെല്ലാം കാണുന്നുണ്ട്. ഇങ്ങനത്തെ ഓരോരോ പിള്ളേരുടെ ഡയലോഗുകൾ ഉണ്ടല്ലോ,
ഇതെല്ലാം വെച്ചിട്ട് ഈ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഫോട്ടോസ് വെച്ചിട്ട് സ്റ്റിക്കർ ഇടും ഗ്രൂപ്പിൽ. അറിയാണ്ട് കൈതട്ടി പോന്നെയാ. എന്നിട്ട് ഒരു ചങ്ങായി ഒരു വട്ടം ഇട്ടിടോ, എന്നിട്ട് ഡിലീറ്റ് ഫോർ മീ കൊടുത്തു. ഓൺലൈൻ ക്ലാസ് ഭയങ്കര രസമായിരുന്നു. അതായത് നമുക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം, നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട് അവിടെ അറ്റൻഡ് ചെയ്യാം, നമുക്ക് മൂടില്ലെങ്കിൽ തുറന്നു വയ്ക്കാം, ജസ്റ്റ് അറ്റൻഡൻസ് കൊടുക്കുക, പോയി എടുക്കുന്ന പണി എടുക്കുക. എനിക്ക് മെയിനായിട്ട് ട്യൂഷൻ പിള്ളേരായിരുന്നു. ഞാൻ അറ്റൻഡൻസ് എടുക്കുക, ട്യൂഷൻ എടുക്കാൻ പോവുക. പിന്നെ എന്താ പറഞ്ഞാൽ ഈ ടീച്ചേഴ്സിന് ക്ലാസ്സിൽ കാണിക്കുന്ന അത്ര ഒരു ഫ്രസ്ട്രേഷൻ ഓൺലൈൻ ക്ലാസ് കാണിക്കാൻ പറ്റൂല. ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞില്ലേ, ഉത്തരം പറഞ്ഞിട്ടില്ല, അല്ലാതെ അവർക്ക് എന്തുകൊണ്ട് പറഞ്ഞില്ല, നാളെ വരുമ്പോ ഇമ്പോസിഷൻ എഴുതിയിട്ട് വന്നാൽ മതി, ഇതൊന്നും ഇല്ലല്ലോ. ക്ലാസ്സിലാകുമ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. കോളേജ് ലൈഫ് ഫുൾ ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക, പഠിപ്പിക്കുക 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 പഠിപ്പിക്കുക. നിനക്ക് എന്തെങ്കിലും ഇൻസിഡന്റ് ആയിട്ടൊന്നും പറയാനില്ല. എനിക്കങ്ങനെ ക്ലാസ്സിലല്ലോ, ഞാൻ വീട്ടിൽ തന്നെ അല്ല, പിന്നെ നേരെ ആർട്ടിസ്റ്റിക്കിനല്ലേ പോയി. പിന്നെ ഞങ്ങളെ ഭയാനകപരമായിട്ടുള്ള തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഭയാനകരവും ഇതൊക്കെ നമ്മൾ തന്നെയാണോ കടന്നു വന്നതെന്ന് നമുക്ക് തോന്നും. ഞാൻ ഒരു വർഷം ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല ബ്രില്യൻറ്റ് റിപ്പീറ്റർ ആയിരുന്നു. പാല ബ്രില്യൻറ്റ് വാസ് എ വെരി നൈസ് പ്ലേസ് ടു ലേൺ. പഠിക്കാൻ പറ്റുന്ന പിള്ളേർക്ക് ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പാല ബ്രില്യൻറ്റ്. കാരണം അവിടെ നമുക്ക് പഠിപ്പിക്കുന്ന സാർമാരെല്ലാം ഡിഗ്രി PG പിള്ളേരെ പഠിപ്പിക്കുന്നവരായിരിക്കും. അതായത് പ്രൊഫസേഴ്സ് റിട്ടയർഡ് പ്രൊഫസേഴ്സ് ആയിരിക്കും മിക്കവാറും എല്ലാ സബ്ജക്ട്സും, എസ്പെഷ്യലി സയൻസ് സബ്ജക്ട്സും പഠിപ്പിക്കുക. ഒക്കെ PhD ആയിരിക്കും അവരുടെ മിനിമം ക്വാളിഫിക്കേഷൻ മിക്ക ടീച്ചേഴ്സിന്റെ. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ ഒരു പ്ലെയിനിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവാം. ഇതിന് അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ഈ ഒരു പ്ലെയിനിൽ പോകുമ്പോൾ അവരുടെ പ്ലെയിൻ ഇങ്ങനെയായിരിക്കും. അപ്പൊ അവർ ഈ പ്ലെയിനിൽ നിന്നിട്ടേക്ക് നമ്മൾ പഠിപ്പിച്ചിരുന്നുണ്ടാവും, പക്ഷെ നമ്മൾ ഇവിടെ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വാട്ട് ദേ വിൽ ഡു ഇസ് അവർ ഈ പ്ലെയിനിൽ നിന്ന് ആ പ്ലെയിനിലേക്ക് ചാടാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ കുറെ പേര് സക്സസ് ആവും, എല്ലാവർക്കും പക്ഷേ ചാടിയെത്തൂല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും. അത് പെട്ടെന്ന് ഇങ്ങനെ അതുവരെ +2 വരെ ഇങ്ങനെ എന്താ സാധാരണ പഠിത്തം പഠിച്ച് സ്കൂളിൽ എന്താ ഫുൾ A+ വാങ്ങാൻ വേണ്ടി പഠിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് വരുമ്പം എല്ലാ പിള്ളേർക്കും അങ്ങനെ പെട്ടെന്ന് ആ ഒരു പ്ലെയിൻ വിട്ടിട്ട് മറ്റേ പ്ലെയിനിൽ പഠിക്കാൻ പാടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റ് ഇതുവരെ A+ കിട്ടിയിട്ടേ ഇല്ല. അവിടെ ഇങ്ങനെ A+, A, B+, B, C+C അങ്ങനെ ഗ്രേഡ് പോവാ. എനിക്ക് A ഗ്രേഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പലപ്പോഴും, പക്ഷെ A+ലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അപ്പൊ അത് അവിടുത്തെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ നല്ല ഫുഡൊക്കെ ഉണ്ടാവും, അതൊക്കെ വേറെ കാര്യം. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ഒരിക്കലും നമ്മളോട് പഠിക്കുന്നില്ലേ അത് ചോദിക്കുകയില്ല. പ്ലസ് നിങ്ങൾ എന്തുകൊണ്ട് പഠിച്ചില്ല, നിങ്ങൾ എന്താ പഠിക്കാത്തത്, അല്ലെങ്കിൽ നീ ഇതിന്റെ ഉത്തരം പറയൂ. ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയുന്നത് സംഭവമേ ഇല്ല. ക്വസ്റ്റ്യൻ ചോദിക്കൂല. ഞങ്ങൾ നേരത്തെ പഠിച്ചിരുന്ന എൻട്രൻസ് കോച്ചിങ് അല്ലെ +2 ട്യൂഷൻ സെന്റർ അവിടെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പൊ തലേന്ന് പഠിപ്പിച്ചത് പിറ്റേന്ന് വന്ന് ചോദിക്കും, തലേത്തെ ആഴ്ച പഠിപ്പിച്ച് ചോദിക്കും, മുന്നേത്തെ പാഠത്തിലുള്ളത് ചോദിക്കും. ഇങ്ങനെ അതായത് അവർ ഉദ്ദേശിക്കുന്ന ഒരു റിവിഷൻ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കൊന്ന് ആലോചിക്കാനുള്ള സമയമാണല്ലോ, ആ ഒരു സംഭവമുണ്ട്. പക്ഷെ ബ്രില്യൻറ്റ് ക്വസ്റ്റ്യൻ ചോദിപ്പ് എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല. തലേ ദിവസം എടുത്ത് പിറ്റേ ദിവസം കൊണ്ടുവച്ചിട്ട് നമ്മളെ ബ്രെയിൻ ടെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാവർക്കും പഠിക്കാം, അത് പഠിക്കണം എന്നുള്ളവർക്ക് പഠിക്കാം. അല്ലാതെ അവരായിട്ട് നിങ്ങൾ പഠിച്ചില്ലേ, എന്താ പഠിക്കാത്തത്, അങ്ങനെയൊന്നും ചോദിക്കില്ല. അവരുടെ ടൈം ടേബിൾ വരും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ടൈം ടേബിൾ നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. നമുക്ക് പേഴ്സണൽ മെന്റേഴ്സ് ഒക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോവാം. ആ ടൈം ടേബിൾ വെച്ച് പഠിക്കുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ച എന്ത് തലകുത്തി ഭൂകമ്പം വന്നാലും അവിടെ നടത്തുന്ന ഒരു എക്സാം ഉണ്ട്, മൺഡേ ടെസ്റ്റ്. എല്ലാ തിങ്കളാഴ്ചയും പരീക്ഷ ഉണ്ടാവും, ഉച്ചയ്ക്ക് ശേഷം റിസൾട്ട് വരും. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ഒരാഴ്ച പഠിപ്പിക്കുന്ന ടോപ്പിക് ആയിരിക്കും പിറ്റേത്തെ തിങ്കളാഴ്ച എക്സാം ഉണ്ടാവുക. അപ്പൊ ശനി ഞായറും ഫ്രീയാ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ശനി ഞായറും ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യാം പഠിക്കുന്ന പിള്ളേർക്ക്. അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആവും. മൺഡേ ടെസ്റ്റ് ആണ് അവിടുത്തെ മെയിൻ. അല്ലാതെ ഒരായിട്ട് നമ്മളെ പഠിക്കുന്നുണ്ട് അവരുടെ ഭാഗത്ത് നമുക്ക് ഒരു സ്ട്രെസ്സും തരില്ല. പക്ഷെ സ്ട്രെസ് എപ്പോഴാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ 10 പിള്ളേരുണ്ട്, 9 പിള്ളേരും പഠിച്ചുകൊണ്ടിരിക്കുക. ഈ 10 അവന് പഠിക്കാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അവനോട് വേറൊരാളോട് സംസാരിക്കാനില്ല, മിണ്ടാനില്ല, വിളിക്കാൻ ഫോണില്ല, ഒന്നുമില്ല. പിന്നെന്താ രക്ഷ? പഠിക്കുക. കൂടുതൽ ആൾക്കാർക്ക് എപ്പോഴും A+ കിട്ടുന്നു, എനിക്ക് എപ്പോഴും A ഗ്രേഡ് കിട്ടുന്നു, B+ കിട്ടുന്നു. എന്തായാലും ഈഗോ ഉണരും. കാരണം 96% മാർക്കുള്ള പിള്ളേരാണ് ബ്രില്യൻറ്റ് അഡ്മിഷൻ തന്നെ അന്നേരം കൊടുത്തോണ്ടിരുന്നത്. 10 വർഷം മുമ്പാ.
അന്നേരം ഇവിടെ 96, 98, 100% മാർക്കെല്ലാം പോയിട്ട് മാർക്കും വാങ്ങി +2 പോയിട്ട് അവിടെ എത്തിയിട്ട് A+ വാങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഈഗോ അടിക്കൂലേ ആൾക്കാർക്ക്, ഞാൻ ഇത്രയും വലിയ സംഭവമായിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടെ ഒരു A+ കിട്ടിയില്ലേ എന്നുള്ളൊരു സാധനം മനസ്സിൽ വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് പിള്ളേർ പഠിക്കും. അല്ലാതെ ബ്രില്യൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക നിങ്ങൾ ഇത്ര ഫീസ് വരുന്ന മുമ്പൊക്കെ പഠിപ്പിക്കുന്ന സെന്റേഴ്സ് അങ്ങനെ മുമ്പ് പഠിക്കുന്ന പിള്ളേരെല്ലാം ഇപ്പൊ നമ്മൾ ട്യൂഷൻ ക്ലാസ് പോയാലും നിങ്ങൾ പഠിച്ചിട്ടില്ല പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഫീസ് തരുന്നുണ്ട്, ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇവരങ്ങനത്തെ ഒരു വാക്കും പറയില്ല, ഇവരൊന്നും പറയില്ല. നിങ്ങൾക്ക് വേണേൽ പഠിക്കാം, പക്ഷെ ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് പക്ക സ്റ്റഡി ഓറിയന്റഡ് ആയിരിക്കും. പിള്ളേരെല്ലാം പഠിക്കുന്നവരായിരിക്കും. അപ്പൊ നമുക്ക് പഠിക്കാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷനേ വരില്ല. അതുകൊണ്ടാണ് അതിന് അത്ര റിസൾട്ട്. പിന്നെ എന്താ പറഞ്ഞാൽ ബ്രില്യന്റിൽ പഠിക്കുന്ന ഒരു പിള്ളേർക്ക് എന്തെങ്കിലും ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടും. അതായത് ഇപ്പൊ MBBS തന്നെ ഉറപ്പിച്ചു പറയുന്നില്ല, ഏതെങ്കിലും ഒരു കോഴ്സിന് അവർക്ക് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയിരിക്കും. ചൂസ് ചെയ്യാത്തതും പിള്ളേരുടെ ഇഷ്ടം. അതായത് ഇപ്പം ഒരാൾക്ക് എഞ്ചിനീയറിംഗ് മെഡിക്കലിനെ റിപ്പീറ്റ് ചെയ്തു, എഞ്ചിനീയറിംഗ് കിട്ടി, എഞ്ചിനീയറിംഗിന് പോണോ വേണ്ടോ എന്നുള്ളത് പിള്ളേരുടെ ഇഷ്ടം. എന്തെങ്കിലും ഒരു കോഴ്സിന് അവർക്ക് അഡ്മിഷൻ കിട്ടും അവിടെ പഠിച്ചു കഴിഞ്ഞാൽ. അത് അത്രയും, അതായത് നമുക്ക് എനിക്കൊന്ന് ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കാണ്, ജൂണിലെ എക്സാം വരിക, മെയ് ജൂൺ ആ സമയത്ത്. ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് പോർഷൻ തീരും. പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസം വരെ സീരീസ് ടെസ്റ്റാ, ഫുൾ ടെസ്റ്റ് പേപ്പർ, ടൈം ടേബിൾ ഇട്ട ടെസ്റ്റ് പേപ്പർ, ഇട്ട പേപ്പർ തന്നെ പിന്നെയും തിരിച്ചും മറിച്ചും ഇനിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാനുണ്ടാവൂല. അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ ഇട്ട് ആൻസർ കീ തന്ന് ഭയങ്കര ബാക്ക് വർക്ക് നല്ലോണം ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന്. അതിനായിട്ട് അത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ടീച്ചേഴ്സിന്റെ ഒരു ടീമുണ്ട്, അവരാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പം എല്ലാ ഇപ്പം ഒരു കുട്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാത്ത ആളാണെങ്കിൽ പോലും അവർക്കത് ഈ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടും അതിന്റെ ലോജിക്ക്. അപ്പം ഒരു നീറ്റ് എൻട്രൻസ് എക്സാമിന് ഒരു 10% ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കാം. ബ്രില്യന്റിൽ അത് 100%, 90% ലെവലിൽ നിന്നിട്ടായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവും. അതായത് ജനുവരി മാസം തൊട്ട് 5-6 മാസം സ്ഥിരമായിട്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. സ്ട്രെസ് ഫ്രീ ആയിരിക്കും നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ. അങ്ങനെയൊക്കെ ഫുൾ ടെസ്റ്റുകള്, റാങ്ക്. ലാസ്റ്റ് ആകുമ്പോൾ ബ്രില്യന്റിൽ 10,000 പിള്ളേരോളം പഠിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ നമുക്കിപ്പോ ഒരു കേരളത്തിൽ മൊത്തം അന്നേരം സമയത്ത് 1000-ന്റെ ഉള്ളിലോ 900-ന്റെ ഉള്ളിലൊക്കെ വന്നാലാണ് റാങ്ക് കിട്ടിയാലാണ് MBBS കിട്ടുക. അപ്പൊ നമ്മളിപ്പോ ബ്രില്യന്റിലെ എക്സാം വെറും 10,000 പിള്ളേരുടെ റാങ്ക് ലിസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മളെ റാങ്ക് ഒരു 4,000-ഓ 5,000-ഓ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം? സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പിക്കാം. കാരണം എന്താ, ഇവിടെ ആകെ 10,000 പിള്ളേരെ എടുത്തുനിന്ന് എക്സാം എത്തിയിട്ട് 4,000. ഇപ്പൊ കേരളത്തിൽ നിന്ന് മൊത്തം ഇപ്പൊ 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം പിള്ളേർ എഴുതുമ്പോ ഇതിൽ എങ്ങനെ സീറ്റ് കിട്ടാനാണെന്നുള്ളൊരു സാധനം. അതായത് അവിടുത്തെ എക്സാം നടത്തുമ്പോഴേ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു പൊസിഷനും നമ്മുടെ ഒരു എന്താ പ്രോബബിലിറ്റി ഇതെല്ലാം നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇതിന് പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ട്, നെഗറ്റീവ് ആസ്പെക്ട് ഉണ്ട്. പക്ഷെ പോസിറ്റീവ് ആസ്പെക്ട് ആയിരിക്കും നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് നല്ലത്. കാരണം നമ്മളെ റാങ്ക് ഇത്രയും താഴെയാണെന്ന് തോന്നുമ്പോൾ ഓരോ എക്സാം കഴിയുന്തോറും നമുക്കത് എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യണം. എനിക്കിത് പോരാ, ഇത് പോരാ, ഞാൻ പണ്ട് ഭയങ്കര പുലിയായിരുന്നു, ഇപ്പൊ എന്താ ഇങ്ങനെ എലിയായി പോകുന്നത് എന്നുള്ളൊരു സാധനം വരും. പിന്നെ ടോപ്പ് മാർക്ക് ഭയങ്കര ക്യാഷ് പ്രൈസ് ആയിരുന്നു അന്നേരമൊക്കെ. 50 ലക്ഷം, 1 കോടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഓഫർ വരുന്നത്.